വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 7 മുതൽ. യാചിക്കുവീനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവീനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീനെന്നാൽ നിങ്ങൾക്കായി തുറക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനായി തുറക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അവൻ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്രയധികം നൽകും. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ അകത്തെ കടക്കുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിലെ ഈ വചനങ്ങൾ നമ്മുടെ ഇന്നത്തെ കുർബാനയ്ക്ക് ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കിടക്കാൻ നമ്മുടെ പ്രാണൻ വാതിലായ യേശുവിലൂടെ അകത്ത് കിടന്ന് അത് രവിരാജ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം ആസ്വദിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മനുഷ്യർക്കുള്ളാകുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരിടയാകട്ടെ. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കുന്ന ഭാഗ്യാവസ്ഥയിൽ എത്തണമെങ്കിൽ രാവും പകലും വചനം ധ്യാനിക്കണം എന്നുള്ള കാര്യം നമ്മൾ കേട്ടു. രാവും പകലും വചനം ധ്യാനിക്കണമെങ്കിൽ വേദപ്രമാണത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുവാൻ സാധിക്കണം. രസിക്കണമെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചനയും പാപിയുടെ വഴിയും പരിഹാസത്തിലിരിപ്പോൾ ഒഴിവാക്കുകയും വേണം. ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നത് ധ്യാനമന്ദിരങ്ങളാണ്. ധ്യാനമന്ദിരങ്ങളിൽ പരിശുദ്ധാത്മ അഭിഷേകമുള്ള കർത്താവിന്റെ വേലക്കാർ നമ്മുടെ പ്രാണനെടുക്കുവാതിൽ കടന്നു പോകാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ കുരിശു താങ്ങിത്തരുന്നു. ഒരിടയിലും ഒരു തൊഴുത്തുവാകണമെന്നുള്ള നമ്മുടെ യേശുവിന് നല്ല ആഗ്രഹം സഫലമാക്കുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ധ്യാനമന്ദിരങ്ങളെയും നമ്മൾ ഇന്ന് ഓർക്കുകയാണ്. നമ്മുടെ ഈ ധ്യാനമന്ദിരവും ആ വേലയ്ക്ക് പങ്കുചേർന്ന് അനേകർക്ക് ഈ രക്ഷയുടെ വഴി കാണിച്ചു കൊടുത്ത് വഴി സത്യം ചെയ്യുന്നു. യേശുവിലൂടെ അവിടെ യേശുവിലെത്തി അങ്ങനെ ദൈവരാജ്യത്തിന്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഏറ്റുവാങ്ങി ജന്മസാഫല്യമുണ്ടായവൻ എല്ലാ ധ്യാന മന്ദിരങ്ങളോടൊപ്പം നമ്മുടെ ഈ ധ്യാനമന്ദിരം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ദുഷ്ടന്റെ ആലോചനയും പാപിയുടെ വഴിയും മര്യാദ ഇരിപ്പിടത്തിൽ നമ്മളിരുന്ന അശുദ്ധികളും ശാപങ്ങളും ബന്ധനങ്ങളും പൂർവ്വകാല ശുദ്ധീകരണത്തിനായി നമ്മൾ ഈ കുർബാന ഉപയോഗിക്കുകയാണ്. അതിനൊരിക്കൽ കൂടെ പാവന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. എല്ലാ ധ്യാനമന്ദിരങ്ങൾക്ക് വേണ്ടിയും നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാനയിൽ നമുക്ക് സംബന്ധിക്കാനിടയാക്കിയ കർത്താവിന് നന്ദി പറയാം. 1-ാം സങ്കീർത്തനവും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായവും നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ചെയ്യുന്നതെല്ലാം സാധിച്ച് കൃതാർത്ഥരാകണമെങ്കിൽ രാവും പകലും വചനം ധ്യാനിക്കണമെന്നാണ്. രാവും പകലും വചനം ധ്യാനിക്കണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ സാധിക്കണം. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ മനസാക്ഷി വികലമാകുമ്പോഴാണ്. നമുക്ക് നല്ല മനസാക്ഷി ലഭിക്കാൻ വേണ്ടിയാണ് മാമോദീസായിൽ അപേക്ഷ സമർപ്പിച്ചത്. ആ അപേക്ഷ അനുസരിച്ച് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ യേശുവിന്റെ രക്തം തെളിച്ച് നല്ല മനസാക്ഷി, നല്ല തീരുമാനം എടുക്കുവാൻ, നല്ല ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള കഴിവ് തരുന്നത് തിരുവചനവും യേശുവിന്റെ ആത്മാവും യേശുവിന്റെ വചനങ്ങളൊക്കെയാണ്. അതിനെ തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയോടും യാത്ര ചെയ്യുവാൻ ഭഗവാൻ ഈ ധ്യാനം ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ധ്യാനമന്ദിരങ്ങളാണ് കർത്താവിന്റെ ഒരിടയിലും ഒരു തൊഴുത്തുവാണെന്നുള്ള ആഗ്രഹം സാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാനമന്ദിരങ്ങളിൽ എല്ലാ സഭക്കാരും എല്ലാ മതക്കാരും എല്ലാ മനുഷ്യരും യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടി അവനെ കുമ്പിടുന്നു. അവൻ ആരാധനയിലൂടെ ആനന്ദം അനുഭവിക്കുന്നു. ആയിരക്കണക്കിന് പേര് അങ്ങനെ വിശ്വാസികളാകുന്നു. അങ്ങനെയുള്ള ഒരു അനേക ധ്യാനമന്ദിരങ്ങൾ ഇനിയും വരാനുണ്ട്. ഉയർന്നിരിക്കുന്ന ധ്യാനമന്ദിരങ്ങൾക്ക് അനേക ഭീഷണികളുണ്ട്. അതിനെതിരായ പല ശത്രുക്കളുടെ പ്രവർത്തനങ്ങളുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരു ധ്യാനമന്ദിരത്തിന്റെ നടത്തിപ്പുകാരൻ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ന് ഈ കുർബാന ഇവിടെ നടത്തുന്നത്. ഒരു ധ്യാനമന്ദിരം സന്ദർശിക്കാനിടയായപ്പോൾ ആ ധ്യാനമന്ദിരത്തിലുള്ളവർ എന്നോട് ആവശ്യപ്പെട്ടു, ഒരു ദിവസം കുർബാനയില്ലാമോ? അപ്പോൾ ധ്യാനമന്ദിരങ്ങൾക്ക് അതിൻ്റെതായ വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. അനേകരുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, അനേകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെടുമ്പോൾ ഈ പ്രശ്നങ്ങൾ അവർക്കിട്ട് തിരിച്ചടിക്കാൻ അത് ഒരു വലിയ കുരിശായി തീരാൻ സാധിക്കുമ്പോൾ ആ കുരിശൊന്ന് താങ്ങിക്കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തുടങ്ങിയിട്ട് പല ധ്യാനമന്ദിരങ്ങൾ നിന്നുപോയിട്ടുണ്ട്. വളരുന്ന ധ്യാനമന്ദിരങ്ങൾക്ക് വളർച്ചയ്ക്ക് ഭീഷണികളുണ്ട്. അത് അകത്തുനിന്നും പുറത്തുനിന്നും കൂടെ നിൽക്കുന്നവരിന്നൊക്കെ ഭീഷണികളുണ്ടാകാം. യേശുവിന്റെ കൂടെ സഞ്ചരിച്ച യൂദാസ്കറിയാത്ത യേശുവിനെതിരായി ഇത് യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെയും താഴ്വരയിൽ അവിശ്വാസവും കോട്ടമുള്ള തലമുറയുമായി ഇഴുകിച്ചേർന്ന് കർത്താവിന് വേദന വരുത്തി. കർത്താവിന് അന്നുണ്ടായ പോലുള്ള വേദന ഇന്നും എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ധ്യാനമന്ദിരങ്ങളിലും ഉണ്ട്.
അതിനെല്ലാം പരിഹരിച്ചിട്ട് ഒരിടയനും ഒരു തൊഴുത്തുവാകുക എന്നുള്ള കർത്താവിൻ്റെ ആഗ്രഹം സഫലമാക്കുവാൻ നമ്മുടെ ഈ ധ്യാനവും മുതൽ ഉതകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വേദപുസ്തകത്തിലെ സകല വചനങ്ങളും കുറുകി പറ്റിച്ചൊരു ക്യാപ്സ്യൂളാക്കി മത്തായി ശ്ലീഹ നമുക്ക് തരുന്നുണ്ട്. വേദപുസ്തകം മുഴുവൻ വായിക്കാൻ ഒത്തില്ലെങ്കിലും ഒരു വചനം വായിക്കാൻ ഒത്തില്ലെങ്കിലും ഇതെങ്കിലും വായിക്കാൻ സാധിച്ചാൽ നമ്മുടെ തിരക്കിട്ട ജീവിതയാത്രയ്ക്കിടയിൽ എന്നും എപ്പോഴും ധ്യാനിക്കാൻ കൊള്ളാവുന്ന ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുകയും ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. അതുകൊണ്ട് സകല പ്രവാചകന്മാരുടെയും സകല ന്യായപ്രമാണത്തിൻ്റെ രത്ന ചുരുക്കം ഇതാണ്: നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കർത്താവിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കണമെന്ന്. അവൾ ഒരു പരാതി ഒരു പരിഭവം ഉണ്ടാകുകയില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തന്നതിൽ പരിഭവമോ പരാതിയോ ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് പറയുക, കർത്താവ് എനിക്കത് അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ ഇല്ലാത്തതെല്ലാം കർത്താവിൽ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുത്ത് പിന്നെ അവരിൽ നിന്ന് തിരികെ വാങ്ങി ഇങ്ങനെ ജന്മസാഫല്യം അടയാൻ സാധിക്കുമെന്നുള്ള അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മുടെ നാവിൽ തൊടുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ കർത്താവിനെയും കർത്താവ് നമ്മളെയും കാണുകയാണ്, സ്പർശിക്കുകയാണ്. അങ്ങനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ലോകത്തിൽ അവതരിച്ചിട്ട് വിശ്വസിക്കുന്ന തൻ്റെ പ്രിയതമയെ കാണാനും ആശ്വസിപ്പിക്കുവാനും കല്യാണത്തിന് ഒരുക്കുവാനും രഹസ്യമായി ഉള്ള സന്ദർശനങ്ങളാണ് ഈ കുർബാനകളെല്ലാം തന്നെ. ഒരു വിവാഹം കുറച്ചു കഴിഞ്ഞാൽ മണവാളനും മണവാട്ടിയും പല കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആഭരണം എടുക്കാൻ പോവും, വസ്ത്രം എടുക്കാൻ പോകും, കല്യാണത്തിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യും, പലയിടത്തും ഒരു കണ്ടുമുട്ടും. ഇപ്പോഴാണ് മൊബൈൽ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് ഇതൊക്കെ സാധിക്കും. അല്ലാത്തടത്ത് യാത്ര ചെയ്യേണ്ടി വരും. ഇപ്പോൾ സ്വർഗീയ മണവാളൻ നമ്മുടെ മാമോദിസയിൽ വിവാഹ നിശ്ചയം ചെയ്തിട്ട് കല്യാണത്തിന് വേണ്ടി ബന്ധപ്പെട്ട് ഒരുങ്ങുകയാണ്. ഇതുവരെയും കല്യാണം നടന്നിട്ടില്ല. കല്യാണം എവിടെയാണെന്ന് പറഞ്ഞവിടെ എപ്പോഴാണെന്നും എങ്ങനെയാണെന്നൊന്നും പിതാവ് പറഞ്ഞിട്ടില്ല. കല്യാണം മുടക്കികളെ മാറ്റിയിട്ട് പിതാവ് കണ്ണ് കാണിക്കുമ്പോൾ പുത്രൻ്റെ കല്യാണം നടന്നിരിക്കും. അതുകൊണ്ട് കല്യാണം മുടക്കികൾ ധാരാളമുള്ള ഒരു കല്യാണം ഉറപ്പാണ് നടന്നിരിക്കുന്നത്. നമ്മളും കൂടെ കർത്താവിനോടൊത്ത് സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ആലോചിച്ചെങ്കിലേ നമ്മൾ മുഖാന്തരം കല്യാണം താമസിച്ചു പോകാനിടയാകാതിരിക്കുകയുള്ളൂ. നമ്മളും മുഖാന്തരം കർത്താവിൻ്റെ കല്യാണം താമസിച്ചിട്ടുണ്ട്, അതിൽ കർത്താവിന് ദുഃഖമുണ്ട്. ആ ദുഃഖം ഒഴിവാക്കാൻ എല്ലാ കാര്യവും കർത്താവിനോട് ചോദിച്ചേ ചെയ്യാവൂ. കല്യാണം എപ്പോഴാണെന്ന് എവിടെയാണെന്ന് പറഞ്ഞുകൂടെ കാണും. പിതാവ് പറഞ്ഞിരിക്കുന്നത്, നീ ഈ ശത്രുവിനെ പാതവിടമാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. ശത്രുവിനെ പാതവിടമാക്കി കഴിയുമ്പോൾ സമയമാകുമ്പോൾ ഞാൻ കണ്ണ് കാണിക്കാം, നീ എടുത്തങ്ങ് ചാടിക്കണം. അവൻ മധ്യാകാശത്തിലെത്തിയിരിക്കും, കല്യാണം നടന്നിരിക്കും. പിന്നെ നിത്യമായ സന്തോഷവും ആനന്ദവുമാണ്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കുചേരുവാൻ നമ്മുടെ ധ്യാനവും ആരാധനയും വചനപഠനവും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൃപായുഗത്തിൽ ഏറ്റവും അധികമായി ന്യായപ്രമാണത്തിൽ പ്രിയപ്പെട്ടയാൾ പരിശുദ്ധ കന്യാമറിയാമാണ്. ഉൽപ്പത്തി തൊട്ട് മലാഖി വരെയുള്ള സകല വചനങ്ങളും വായിച്ച് അതിൽ രസിച്ച് അതിൽ നടപ്പിലാകേണ്ട പ്രവചനങ്ങൾ നടപ്പിലാകാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയിലാണ് മാതാവിൻ്റെ അടുത്ത് ചെന്നത്. മാതാവിന് ആ ഭാഗ്യം ലഭിച്ചു. മാതാവ് മനുഷ്യജാതി ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്നത് താൻ തൻ്റെ ജീവിതം അർപ്പിച്ചു കൊടുത്തു. മനുഷ്യജാതിക്ക് ആവശ്യമുള്ളത് രക്ഷയായിരുന്നു. അത് പിതാവിൽ നിന്ന് വാങ്ങിച്ച് മനുഷ്യജാതിക്ക് മുഴുവനുമായിട്ട് ആ ജീവന്റെ അപ്പം ചുട്ടു കൊടുത്തു. മാതാവിൻ്റെ ആ മാതൃകയിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ തക്കോണം യേശുവിൻ്റെ മനുഷ്യാവതാരം തുടരുവാൻ നമ്മൾ വിട്ടുകൊടുത്താൽ മതി. യേശു ആ മനുഷ്യാവതാര പ്രക്രിയ തുടർന്നുകൊള്ളും. ചർച്ച് ഈസ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് വിശുദ്ധ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. കന്യാമറിയാവിൽ ആരംഭിച്ച മനുഷ്യാവതാര പ്രക്രിയ 21-ാം നൂറ്റാണ്ടിൽ നമ്മളിലൂടെ തുടരുമ്പോൾ ആ തലയോട് ചേരേണ്ട ഉടലായി നമ്മൾ മാറും. അങ്ങനെ മണവാട്ടിയും യേശുവിനായിട്ടുള്ള പൊരുത്തക്കേടും മാറിക്കഴിയുമ്പോൾ കല്യാണം നടന്നിരിക്കും. അതിനെ ഈ ആരാധന ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ധൂപപ്രാർത്ഥന തുടരുകയാണ്. വിശുദ്ധ കുർബാനത്തിനായി നമുക്ക് ഒരുങ്ങാം. സ്വീകരണം നേടി